പണ്ട് ബാണാസുരൻ എന്നൊരു അസുരൻ ലോകം മുഴുവൻ കീഴടക്കാൻ മോഹിച്ച് കഠിനമായ തപസ് ആരംഭിച്ചു. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ച് അദ്ദേഹം തനിക്ക് മരണമില്ലാത്ത വരം ആവശ്യപ്പെട്ടു. എന്നാൽ ജനിച്ചവർക്ക് മരണം നിശ്ചയമാണെന്നും അങ്ങനെ ഒരു വരം നൽകാൻ കഴിയില്ലെന്നും ബ്രഹ്മാവ് പറഞ്ഞു. തന്ത്രശാലിയായ ബാണാസുരൻ അപ്പോൾ മറ്റൊരു വരം ആവശ്യപ്പെട്ടു. അവിവാഹിതയായ ഒരു കന്യകയ്ക്ക് മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കൂ. ബ്രഹ്മാവ് ആ വരം നൽകി. ഈ വരം ലഭിച്ചതോടെ ബാണാസുരൻ അഹങ്കാരിയായി മാറി. ദേവലോകം ആക്രമിച്ച് ഇന്ദ്രനെയും ദേവന്മാരെയും പരാജയപ്പെടുത്തി അവൻ സ്വർഗ്ഗലോകം കീഴടക്കി. ബാണാസുരന്റെ പീഡനം സഹിക്കവയ്യാതെ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ബാണാസുരനെ വധിക്കാൻ ഒരു കന്യകയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദിപരാശക്തിയെ തപസ് ചെയ്യുക. ദേവന്മാരുടെ കഠിന തപസ്സിൽ പ്രസാദിച്ച ആദിപരാശക്തി ബാണാസുരനെ വധിക്കാനായി താൻ ഭൂമിയിൽ അവതരിക്കുമെന്ന് അവർക്ക് വാക്ക് നൽകി. അങ്ങനെ ദേവി ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് ത്രിവേണി സംഗമ സ്ഥാനത്ത് ഒരു കന്യകയായി അവതരിക്കുകയും കന്യാകുമാരി എന്ന നാമത്തിൽ വളർന്നു. അതീവ സുന്ദരിയായിരുന്ന ദേവി തികഞ്ഞ ശിവഭക്തയായിരുന്നു. ഭഗവാൻ ശിവനോടുള്ള അടങ്ങാനാവാത്ത ഭക്തി പ്രണയമായി മാറി. അങ്ങനെ കൈലാസനാഥനെ ഭർത്താവായി ലഭിക്കാൻ ദേവി കഠിനമായ തപസ് ആരംഭിച്ചു. തപസ്സിൽ പ്രസാദിച്ച മഹാദേവൻ ദേവിയെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും അതിന്റെ നടത്തിപ്പിന്റെ ചുമതല നാരദ മഹർഷി ഏറ്റെടുക്കുകയും ചെയ്തു. സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള ബ്രഹ്മമുഹൂർത്തം വിവാഹത്തിനായി നിശ്ചയിച്ചു. കൃത്യസമയത്ത് വിവാഹം നടന്നില്ലെങ്കിൽ ഫലം അശുഭമായിരിക്കുമെന്ന് നാരദ മഹർഷി മുന്നറിയിപ്പ് നൽകി. വിവാഹ ദിവസം വന്നെത്തി. മഹാദേവനും തന്റെ ഭൂതഗണങ്ങളും ആഘോഷത്തോടുകൂടി കൈലാസത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ദേവിയുടെ വിവാഹം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞ ദേവന്മാർ പരിഭ്രാന്തരായി. വിവാഹം കഴിഞ്ഞാൽ ദേവി കന്യകയല്ലാതാകും. പിന്നെ എങ്ങനെ ബാണാസുരനെ വധിക്കും? അസുരൻ അജയ്യനായി ലോകം മുടിക്കുമല്ലോ എന്ന് അവർ ഭയന്നു. രക്ഷയ്ക്കായി ദേവന്മാർ നാരദ മഹർഷിയെ തന്നെ സമീപിച്ചു. ലോകത്തിന്റെ നന്മയ്ക്കായി എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണമെന്ന് അവർ നാരദ മഹർഷിയോട് അഭ്യർത്ഥിച്ചു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ നാരദ മഹർഷി ഒരു ഉപായം പ്രയോഗിച്ചു. അദ്ദേഹം ഒരു പൂവൻ കോഴിയുടെ രൂപം ധരിച്ച് സൂര്യോദയത്തിന് മുൻപ് അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചത്തിൽ കൂവി. വിവാഹത്തിനായി വന്നുകൊണ്ടിരുന്ന മഹാദേവൻ കോഴി കൂവുന്നത് കേട്ടു. സൂര്യൻ ഉദിക്കാറായി എന്നും ശുഭമുഹൂർത്തം കഴിഞ്ഞുപോയെന്നും അദ്ദേഹം തെറ്റിദ്ധരിച്ചു. എല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ ഒരു ചെറു പുഞ്ചിരിയോടെ കൈലാസത്തിലേക്ക് മടങ്ങി. ഇതൊന്നും അറിയാതെ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ദേവി മണ്ഡപത്തിൽ ഭഗവാന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ മുഹൂർത്തം കഴിഞ്ഞിട്ടും ഭഗവാൻ എത്തിയില്ലെന്നും അദ്ദേഹം തിരികെ പോയെന്നും അറിഞ്ഞപ്പോൾ ദേവി കോപത്താലും ദുഃഖത്താലും വിറച്ചു. രോക്ഷാകുലയായ ദേവി താൻ ഇനി ഒരിക്കലും വിവാഹിതയാകില്ലെന്ന് ശപഥം ചെയ്തു. തുടർന്ന് കന്യാകുമാരി ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ചറിഞ്ഞ ബാണാസുരൻ ദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ദേവി തന്റെ ശപഥം കാരണം അത് നിരസിച്ചു. കോപാകുലനായ ബാണാസുരൻ ദേവിയെ ബലമായി പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിച്ചപ്പോൾ തുടർന്നുണ്ടായ ഘോര യുദ്ധത്തിൽ മാതാ കന്യാകുമാരി തന്റെ ചക്രായുധം ഉപയോഗിച്ച് ബാണാസുരനെ വധിച്ചു. ശേഷം ദേവി കന്യാകുമാരി അമ്മൻ എന്ന പേരിൽ നിത്യ കന്യകയായി അവിടെ കുടികൊള്ളുന്നു. പ്രപഞ്ചത്തിന്റെ അവസാനത്തിൽ മഹാപ്രളയത്തിന് ശേഷം പുതിയ സൃഷ്ടി ആരംഭിക്കുമ്പോൾ മുടങ്ങിപ്പോയ ഈ ദിവ്യ വിവാഹം നടക്കുമെന്നും ഒരു വിശ്വാസമുണ്ട്. ദേവി കന്യാകുമാരിയുടെ വിവാഹത്തിനായി ഒരുക്കി വെച്ചിരുന്ന ധാന്യങ്ങളും പൂക്കളും വിളക്കുകൾ ആഭരണങ്ങൾ എന്നിവയെല്ലാം ദേവി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇന്നും കന്യാകുമാരിയിലെ വർണ്ണാഭമായ മണലുകളും ചിപ്പികളും ആ പുണ്യ വിവാഹ ഒരുക്കങ്ങളുടെ അവശിഷ്ടങ്ങളാണെന്ന് പറയപ്പെടുന്നു. ഓം ദേവി കന്യാകുമാരി നമോ നമഃ.